ചക്കക്കാലം തുടങ്ങിയാൽ പിന്നെ ഇടിച്ചക്ക ഉപ്പേരി കഴിക്കാൻ കൊതിക്കാത്തവരായിട്ട് ആരുണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ കുറേ പേരുണ്ടാവുമല്ലേ. അപ്പോൾ ഇടിച്ചക്കത്തോരൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇതാ കാണുന്ന 2 ചക്കയിലെ വലിയ ചക്കയാണ് നമ്മുടെ ടാർഗറ്റ്. രണ്ടും കൂടി വീഴുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മളിത് പൊട്ടിക്കുന്നത്. കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെ താഴെ വീണിട്ടുണ്ട്. ഈ പരുവത്തിലുള്ള ചക്കയാണ് നമ്മൾ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ എടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ചുള ചെറുതായി വന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഈ ചക്കേൻ്റെ ഈ സ്ഥലത്തുള്ള വിളഞ്ഞില്ലേ നമ്മൾ പൊട്ടിക്കുമ്പോൾ അത് തുടയ്ക്കാൻ പാടില്ല എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ചക്ക ഉണ്ടാവില്ല എന്നത്രേ പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചക്ക മുറിച്ചിട്ട് അതിൻ്റെ വിളഞ്ഞൊക്കെ ഇങ്ങനെ കോലിൽ ഇങ്ങനെ തേച്ച് വയ്ക്കും കേട്ടോ. എന്നിട്ട് എല്ലാ പ്രാവശ്യവും ചക്ക മുറിക്കുമ്പോഴുള്ള വിളഞ്ഞ് നമ്മളിതിലിങ്ങനെ തേച്ച് വയ്ക്കും. പണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ച ചക്കയെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ 2 സൈഡും ചെത്തിയെടുക്കണം. 2 സൈഡെന്ന് വെച്ചാൽ ഇതുപോലെ താഴെ ഭാഗവും മുകളെ ഭാഗവും ചെത്തിയെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. നല്ല ചെറുതാവേണ്ട ആവശ്യമില്ല. അത് ഏകദേശം ഇതിൽ കാണുന്ന രീതിയിലുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിച്ചെടുത്ത ചക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റണം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, കുറച്ച് വെള്ളം ഇവയൊക്കെ ചേർത്തിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാം. അപ്പോൾ ചക്ക അവിടെ വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും വേണം. ഇത് ശരിക്കൊന്ന് ചതച്ചെടുക്കാം. ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ ചക്ക വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. കണ്ടോ, നമ്മുടെ ചക്ക നല്ല റെഡിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറുന്ന വരെ വേവിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇടിച്ചക്ക അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്കത്തോരൻ, ചക്ക ഉപ്പേരി എന്നൊക്കെ പറയുന്ന സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.